നമസ്കാരം. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിന്റെ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായി മുമ്പോട്ട് പോവുകയാണ്. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾക്ക് പങ്ക് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ടെന്നും ഇനി അറസ്റ്റ് അടക്കമുള്ള നടപടികളാണ് വേണ്ടതെന്നും ED വ്യക്തമായി പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മാസപ്പടിയുടെ ഉറവിടം അവർ തപ്പുന്നു. CMRL എന്ന കരിമണൽ കർത്തയുടെ കമ്പനി ഈ പണം എങ്ങനെയാണ് സംഘടിപ്പിച്ചത്, എങ്ങനെയാണ് പിണറായിയുടെ മകൾക്ക് കൊടുത്തത് എന്നതാണ് സുപ്രധാനമായ അന്വേഷണം. അതുകൊണ്ട് തന്നെ ED ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ചിരിക്കുകയാണ്. SFI ആണ് കേസ് അന്വേഷിച്ചത്. SFIയുടെ എല്ലാ രേഖകളും ED ശേഖരിച്ചിട്ടുണ്ട്. ഈ ശേഖരിച്ച രേഖകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഫോറൻസിക് ഓഡിറ്റിങ്ങിന് വിധേയമാക്കി കൂടുതൽ ജാഗ്രതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാനാണ് EDയുടെ തീരുമാനം. ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം ഇന്ന് പുറത്തു വരുന്നത്, വീണ വിജയന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നെന്നും ആ കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിലൂടെ കോടികൾ കൈമാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുമാണ്. ഇക്കാര്യം നേരത്തെ തന്നെ BJP നേതാവ് ഷോൺ ജോർജ് പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഷോൺ ജോർജ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് EDക്കും SFIക്കും പരാതി കൊടുത്തിരുന്നു. SFIO ഇത് അന്വേഷണത്തിന്റെ ഭാഗമാക്കുകയും അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ വീണയുടേതെന്ന് ആരോപിക്കപ്പെടുന്ന അക്കൗണ്ട് പരിശോധിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഈ വാർത്ത പുറത്തുവിട്ടതിന്റെ പേരിൽ ഷോൺ ജോർജിനെതിരെയും മറുനാടിനെതിരെയും വീണ വിജയൻ പോലീസിൽ പരാതിപ്പെടുകയും പിന്നീട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും എന്നാൽ വീണ വിജയൻ സഹകരിക്കാത്തതുകൊണ്ട് ആ കേസ് റെഫർ ചെയ്യുകയും ചെയ്തതാണ്. എന്ന് വെച്ചാൽ പരാതി കൊടുത്ത ആളുടെ മൊഴിയെടുക്കാൻ പോലും അവർ ചെന്നില്ല. തുടർന്ന് ഞങ്ങൾ രണ്ടുപേരും പ്രതി ചേർത്ത് ഇട്ട FIR സൈബർ പോലീസ് റെഫർ ചെയ്യുകയായിരുന്നു. ഷോൺ ജോർജിന്റെ ആരോപണം ശരിയാണെന്നും വീണ വിജയന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ചില ഇടപാടുകൾ ഉണ്ടെന്നും അവിടെയുള്ള വീണയുടെ സഹോദരൻ, അതായത് പിണറായിയുടെ മകൻ വിവേക് കിരണിന് അതുമായി ബന്ധമുണ്ടെന്നും SFIO സംശയിക്കുന്നു. SFIO ഇത് സംബന്ധിച്ച അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടിയെങ്കിലും UAEയിൽ സ്വാധീനമുള്ള ഒരു പ്രവാസി വ്യവസായി അതിന് തടസ്സം നിന്നു എന്നാണ് ഇന്നത്തെ മനോരമ റിപ്പോർട്ട്. ഏത് വ്യവസായിയാണെന്ന് പറയുന്നില്ല. ഇടതുപക്ഷത്ത് സ്വാധീനമുള്ള ഒരു പ്രവാസി വ്യവസായിയാണ് UAE സർക്കാരിനെ സ്വാധീനിച്ച് ആ അന്വേഷണം അട്ടിമറിച്ചതെന്ന് ഇന്നത്തെ മനോരമ എഴുതുന്നു. മാത്രമല്ല ആ പഴുതുകൂടി അടച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ UAEയിലെ അക്കൗണ്ട് പരിശോധിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ED നടത്തുന്നത് എന്നാണ് മനോരമയുടെ റിപ്പോർട്ട്. ഇക്കാര്യത്തിന് വേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തിന് ED കത്തയച്ചിരിക്കുന്നുവെന്നും UAEയുടെ ന്യൂഡൽഹിയിലുള്ള എംബസിയുമായി ഔദ്യോഗികമായി വിദേശകാര്യ മന്ത്രാലയം ചർച്ച നടത്തുന്നു എന്നുമൊക്കെയാണ് മനോരമ റിപ്പോർട്ട്. ഞെട്ടിക്കുന്ന മനോരമയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: CMRL എക്സാലോജിക് പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ED ആദായ നികുതി വകുപ്പിന്റെ സഹായം തേടിയെന്നാണ് തലക്കെട്ട്. ഇങ്ങനെ എഴുതുന്നു: കരിമണൽ കമ്പനിയായ CMRL വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് നൽകിയ പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പിന്റെ സൈബർ ഫോറൻസിക് ഓഡിറ്റിംഗ് വിദഗ്ധരുടെ സഹായം തേടി. ദുബായിലെ ചില ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ന്യൂഡൽഹി UAE എംബസിയുടെയും സഹായം തേടിയിട്ടുണ്ട്. ഇതേ കേസ് അന്വേഷിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന SFIO ഇതേ അക്കൗണ്ടുകൾ നേരത്തെ പരിശോധിക്കാൻ നടത്തിയ ശ്രമങ്ങൾ UAEയിലെ പ്രവാസി വ്യവസായിയുടെ ഇടപെടൽ മൂലം പരാജയപ്പെട്ടിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പ്രവാസി വ്യവസായ ഇടപെടലിനെ കുറിച്ചുള്ള മനോരമ വാർത്ത. നേരത്തെ CPM നേതൃത്വവുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ആരോപണ വിധേയനായ ആളാണിത്. CPM നേതൃത്വവുമായി ബന്ധത്തിന്റെ പേരിൽ ആരോപണ വിധേയനായ പ്രവാസി വ്യവസായി, UAE സർക്കാരിൽ സ്വാധീനമുള്ള വ്യവസായി എന്നൊക്കെ പറയുമ്പോഴും ആരാണ് എന്ന് മനോരമ പറയുന്നില്ല. കേസ് അന്വേഷിക്കുന്ന EDയുടെയും SFIOയുടെയും ഉദ്യോഗസ്ഥർ നടത്തിയ സംയുക്ത മീറ്റിംഗിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതായത് ഈ പ്രവാസി വ്യവസായി ഇടപെട്ടതുകൊണ്ടാണ് അന്വേഷണം മുമ്പോട്ട് പോവാതിരുന്നത് എന്ന് SFIO ഉദ്യോഗസ്ഥർ ED ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗിൽ പറഞ്ഞു എന്നാണ് മനോരമ റിപ്പോർട്ട്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് വേണ്ടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും UAE എംബസിയുടെയും സഹായം തേടാൻ ED ഡയറക്ടർ രാഹുൽ നവീൻ നിർദ്ദേശം നൽകിയത്. വീണ വിജയന്റെയും CMRL മാനേജിംഗ് ഡയറക്ടർ N ശക്തിധര കർത്തയുടെയും മൊഴികൾ അവർക്ക് ബാങ്ക് ലോക്കറുകൾ ഉള്ളതായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 2 വർഷം മുൻപ് വരെ ഇവർ സ്ഥിരമായി തുറന്നിരുന്ന 7 ബാങ്ക് ലോക്കറുകളും വിവരങ്ങൾ EDയുടെ പരിശോധനയിൽ കണ്ടെത്തി. അതായത് വീണ വിജയനോ ശശിധര കർത്തയ്ക്കോ ബാങ്ക് ലോക്കർ ഉള്ളതായി അവർ ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇവർ 7 ബാങ്ക് ലോക്കറുകൾ ഉപയോഗിച്ചിരുന്നെന്നും എപ്പോഴും അത് ഉപയോഗിക്കുമായിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട് ED അന്വേഷണത്തിൽ. ഈ ലോക്കറുകൾക്ക്
ഇവരുമായി ബന്ധപ്പെട്ടവരും ഇപ്പോഴും കൃത്യമായി ലോക്കർ ഫീസ് കൊടുക്കുന്നതായുള്ള കണ്ടെത്തലാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഈ ലോക്കറിന്റെ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും ലോക്കറിന്റെ ഫീസ് കൊടുക്കുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതോടുകൂടിയാണ് ലോക്കർ കണ്ടെത്തിയത്. ഈ ലോക്കറിൽ എന്തൊക്കെയുണ്ട്, ഈ ലോക്കറിൽ എന്തൊക്കെ കൈമാറ്റം ചെയ്തു എന്നതിന്റെ വിശദാംശങ്ങൾ ED ബാങ്കിൽ നിന്നും ശേഖരിക്കുന്നുണ്ട്. ഇതിനു പുറമെ 2 കമ്പനികളുടെയും ഉടമകൾക്കും ഉദ്യോഗസ്ഥർക്കും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വകുപ്പ് 50 പ്രകാരം സമൻസ് അയക്കാനാണ് EDയുടെ തീരുമാനം. 2 കമ്പനി എന്ന് പറഞ്ഞ CMRL-ഉം എക്സാലോജിക്കും. എക്സാലോജിക്കിൽ ഉടമ ഡയറക്ടറൊക്കെ വീണ വിജയൻ തന്നെയാണ്. ജീവനക്കാരുണ്ടോ എന്ന് കണ്ടറിയണം, അവർക്കൊക്കെ സമൻസ് അയക്കും. ഈ വകുപ്പ് പ്രകാരം സമൻസ് നൽകിയാൽ ED ആവശ്യപ്പെടുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ കക്ഷികൾക്ക് കഴിയില്ല. ഒരു സിവിൽ കോടതി നൽകുന്ന സമൻസിന് തുല്യമായ നിയമസാധുത EDയുടെ സമൻസിനുണ്ട്. ഇത് പ്രകാരം ഹാജരാകുന്നവരുടെ മൊഴികൾ സത്യം ചെയ്യിച്ച ശേഷം രേഖപ്പെടുത്തിയാൽ വിചാരണ ഘട്ടത്തിൽ തെളിവായി സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു കേസ് അന്വേഷിക്കുന്ന പോലീസ് നമ്മളോട് എന്ത് മൊഴി കൊടുത്താലും ആ മൊഴി നമുക്ക് കോടതിയിൽ ചെന്നിട്ട് എന്നെ ഭയപ്പെടുത്തി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അസാധുവാകും. കോടതിയിൽ കൊടുക്കുന്ന മൊഴിക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. എന്നാൽ EDക്ക് കൊടുക്കുന്ന മൊഴി കോടതിയിൽ കൊടുക്കുന്ന മൊഴിക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ എക്സാലോജിക്കിന്റെ ഉദ്യോഗസ്ഥരും CMRL ഉദ്യോഗസ്ഥരും അവരെ ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നത്, രേഖപ്പെടുത്തുന്നത് അത് ഔദ്യോഗിക മൊഴിയായി തെളിവായി മാറും. വീണ വിജയൻ എത്ര വലിയ കുരുക്കിലേക്കാണ് നീങ്ങുന്നത് എന്നതിന് സൂചനയാണിത്. ED ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നത് കേസ് അന്വേഷണം ത്വരിതപ്പെടുത്താനാണ്, അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാവാനാണ്. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ വിജയന് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയ BJP നേതാവ് ഷോൺ ജോർജ് ഈ വാർത്തയെക്കുറിച്ച് മറുനാടനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. SFI അന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ കേസ് നൽകിയതിന് ശേഷമാണ് ഈ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ ഈ വിശദാംശങ്ങൾ എനിക്ക് ലഭിക്കുന്നത്. തീർച്ചയായും തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പുറത്തു പറയാനും ഞാൻ മടിച്ചു. ഇത് ഒരാളല്ല, പല ആളുകൾ എന്നെ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് വളരെ വ്യക്തമായി അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തു എന്ന് പറയുന്ന ഒരാളെ എൻ്റെ ഒരു പാർട്ടിക്കാരനായ ഒരു സുഹൃത്ത് വഴി എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹം ആദ്യമൊക്കെ ഭയപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹം നിജസ്ഥിതിയാണ് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ആ അക്കൗണ്ടിൻ്റെ 1-2 സ്ക്രീൻഷോട്ട്സും എനിക്ക് അന്ന് അയച്ചു തന്നിരുന്നു. അത് അദ്ദേഹം ഞാൻ ആ സ്ക്രീൻഷോട്ട് കാണുകയും അത് 1 ടൈം കാണാൻ പറ്റുന്ന സ്ക്രീൻഷോട്ട് ആയിരുന്നു. എനിക്ക് കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഞാൻ പറഞ്ഞ പോലെ പല വിദേശ കമ്പനികളിൽ നിന്നും നമ്മളിവിടെ പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രശസ്തമായ പല വിവാദങ്ങളിലും പെട്ട കമ്പനികൾ, പ്രൈസ് വാട്ടേഴ്സ് ഹൗസ് കൂപ്പേഴ്സ്, അതുപോലെ ലാവ്ലിൻ കമ്പനി, ഇവിടുന്നൊക്കെ ആ അക്കൗണ്ടിലേക്ക് പണം വന്നതായിട്ട് അതിനകത്ത് എൻട്രികളുണ്ട്. അത് 2019 ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഞാൻ ആ പരാതി കൊടുത്തപ്പോൾ എക്സാലോജിക് കൺസൾട്ടൻസ് എന്നുള്ള പേരിലാണ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ ആ പേരിലല്ല അക്കൗണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വീണ വിജയനും വീണ ടിയും സുനീഷ് എമ്മും ഈ 2 പേരാണ് ആ അക്കൗണ്ടിൻ്റെ സിഗ്നേറ്ററീസ് ആയിട്ടുള്ളത്. 2019 ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത അക്കൗണ്ടിൽ നിന്നും അവസാനം പണം പോയേക്കുന്നത് സുനീഷിൻ്റെ അക്കൗണ്ടിലേക്കാണ്. അതുവരെ ആ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ പറഞ്ഞു. ഈ അക്കൗണ്ട് പരിശോധിച്ചിട്ടുള്ള ആ ബാങ്കിൽ ജോലി ചെയ്തിട്ടുള്ള 3-4 മലയാളികളുടെ ജോലി പോയിട്ടുണ്ട് എന്ന് ഈയിടെ ഒരു പ്രമുഖ മാധ്യമത്തിൽ നിന്നും എനിക്കറിയാൻ കഴിയും. മാത്രമല്ല മലയാളികളായ പല പ്രമുഖർക്കും വലിയ സ്വാധീനമുള്ള ബാങ്കും കൂടിയാണത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഇത്തരത്തിൽ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളം ഞെട്ടുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം ഞാനത് കണ്ടിട്ടുണ്ട്.